ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡ്രോയിങ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. നമ്മൾ അധിക ആർട്ടിസ്റ്റുകളും കമ്മീഷണഡ് വർക്കുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫോട്ടോന് വളരെയധികം ക്വാളിറ്റി കുറഞ്ഞ ഒരു ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ അധിക പേര് സെൻഡ് ചെയ്യില്ല. അപ്പോൾ നമുക്കതിനെ നോക്കി വരയ്ക്കുവാൻ വളരെയധികം കഷ്ടപ്പാട് തന്നെയാണ്. അങ്ങനെ കിട്ടുന്ന ഒരു ഫോട്ടോയെ നമുക്ക് വളരെയധികം ക്വാളിറ്റിയിലേക്കും ആ ഫോട്ടോയുടെ നല്ലൊരു ക്ലിയറിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ നെയിം റെമിനി എന്നാണ്, നിങ്ങൾക്കിവിടെ താഴെ കാണാൻ സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യേണ്ട കുറച്ച് സൈനപ്പ് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പെയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത്, അപ്പോൾ പ്രോ യൂസ് ചെയ്യണമെന്നാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എൻഹാൻസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ വീഡിയോയെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ പ്രോ എൻഹാൻസ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയെ നമുക്ക് കളറിലേക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ സെൽഫി, അതുപോലെ പോർട്രേറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ആപ്ലിക്കേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എടുത്തു പറയാൻ കാരണം. അങ്ങനെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഓം ശാന്തി ഓശാന, എനിക്ക് ഡ്രോ ചെയ്യാനായിട്ട് ഒരു ഫിലിമിലെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ലോ ആണ്, വളരെ ലോ ക്വാളിറ്റിയുള്ളൊരു ഫോട്ടോയാണ്. അപ്പോൾ ഇതിന് ഞാൻ എൻഹാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിപ്പോൾ ഏഡ് കാണണം. അപ്പോൾ അത് കുറച്ച് നമുക്ക് ചെറിയൊരു ഇളവൊക്കെ ഈ ആപ്ലിക്കേഷനിൽ നൽകുന്നുണ്ട്. ഓരോ ദിവസം 5 തവണയൊക്കെ എൻഹാൻസ് ചെയ്യാം. പിന്നെ ആ 5 തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആഡ്സ് കണ്ടൊക്കെ എൻഹാൻസ് ചെയ്യാം. അത് കുറച്ച് സമയത്തേക്ക് മാത്രം, പിന്നീട് നമുക്കത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ ഞാനിപ്പോൾ ആഡിലാണിപ്പോൾ ചെയ്യുന്നത്. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുക. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതൊരു ബിഫോർ ഞാൻ ആദ്യം എടുത്തു വെച്ചൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൽ ആഫ്റ്ററിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ഇത്രയും ക്വാളിറ്റി കുറഞ്ഞ ഈ ഒരു ഫോട്ടോയെ വളരെയധികം ക്വാളിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഡ്രോയിങ് ചെയ്യുന്നതാണ് നമുക്ക് അതുപോലെ ഹെയറിൻ്റെ ലൈൻസുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുവാൻ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണെന്ന് തന്നെ പറയും. നിങ്ങൾക്ക് കാണാം വളരെയധികം ക്വാളിറ്റി തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ സൈഡിൽ ഡൗൺലോഡ് അല്ലെങ്കിൽ സേവിങ് ഓപ്ഷൻസ് കാണാം. അതുപോലെ നമുക്കിവിടെ സേവിങ്ങിൻ്റെ ഓപ്ഷൻസ് നേരെ തൊട്ടടുത്തായിട്ട് കാണാം, ഒരു കള്ളിയിൽ ലൈനായിട്ട് കാണാം. അതിൽ നമുക്കിതിൻ്റെ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണുന്നില്ല, ആ ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എൻഹാൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ നല്ല ക്വാളിറ്റി തന്നെ മാറ്റാൻ സാധിച്ചെന്ന് തന്നെ പറയാം. നല്ല ക്വാളിറ്റി തന്നെ ആ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് തന്നെ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇടാൻ കാരണം ആർട്ടിസ്റ്റുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോയുമായി നാളെ കാണുന്നതുവരെ ബൈ ബൈ.